ഭരണ തുടർച്ചയുടെ ബലത്തിൽ സിവിൽ സർവീസിനെ തകർത്തെറിയുകയും ജീവനക്കാരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുകയും ചെയ്ത പിണറായി സർക്കാരിനെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയുമെന്ന് കെ.പി. നൌഷാദ് അലി. പൊന്നാനിയിൽ നടന്ന NGO അസോസിയേഷൻ മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരിച്ചു വരുമെന്നുള്ള കാര്യം നമ്മളെക്കാളും തീരുമാനിച്ച ഒരുപാട് വിഭാഗങ്ങളും ആളുകളും മനുഷ്യരും പരിസരത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം. അതിലെ ഇടതുപക്ഷ മനസ്സുള്ള ആളുകളാണ് കൂടുതലും എന്നുള്ളതാണ് കേരളം കാണുന്ന ഒരു സവിശേഷത. അതിപ്പോൾ സച്ചിദാനന്ദനായാലും സാറാ ജോസഫ് ആയാലും M.M. കാരശ്ശേരി ആയാലും ഹമീദ് ചേന്നമംഗലൂരായാലും പ്രേംകുമാർ ആയാലും ജയചേർത്തലയായാലും അങ്ങനെ ആളുകൾ ഓരോന്ന് പിന്നിടുമ്പോൾ ഞാൻ അവസാനം പറഞ്ഞ ആളുകളൊക്കെ വലിയ സാംസ്കാരിക നായകരൊന്നും അല്ലെങ്കിലും അവരൊക്കെ കലാരംഗത്തുള്ള ആളുകളാണ്. വലിയ സാംസ്കാരിക പ്രവർത്തകരും നായകരും ഒക്കെ നമുക്ക് വേണ്ടി ശബ്ദിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. ഇത്തരം ശബ്ദങ്ങളൊക്കെ ഉയരാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇത്തരം ആളുകളെ കണ്ട് ഇങ്ങനെ പ്രസ്താവന ഞങ്ങൾക്ക് വേണ്ടി ഇറക്കണമെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. നമ്മളൊരു ലോബിയിങ്ങും ഇതിനു വേണ്ടി ആസൂത്രിതമായി നടത്തുന്നില്ല. സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ശബ്ദങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം എന്നതല്ലാതെ ഇതൊക്കെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന മാറ്റങ്ങളും ചലനങ്ങളുമാണ്. A.K. പ്രവീൺ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നസറുള്ള, തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A. ഗോപാലകൃഷ്ണൻ, VS പ്രമോദ്, VK കൃഷ്ണപ്രസാദ്, KM ഗോവിന്ദൻ നമ്പൂതിരി, PB കൃഷ്ണദാസ്, സുധീഷ്, ഷാഫി പന്ത്രോളി, സാബിക്, വേണു MT എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിച്ചവർക്കുള്ള ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. നാദൃഷ സ്വാഗതവും ദാസൻ തൈക്കാട് നന്ദിയും പറഞ്ഞു.